വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ പ്രേരണ കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വയനാട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. രതീഷ് വാസ്തവനോട് വിശദാംശങ്ങളുമായി. രതീഷ്, എപ്പോഴാണ് വിധി പറയുക? മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ പോലീസ് നടപടി എങ്ങനെയായിരിക്കും? തീർച്ചയായും വളരെ നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ സെഷൻസ് കോടതിയുടെ വിധി. ഇന്ന് 11 മണിയോടെ ആയിരിക്കും കോടതി നടപടികൾക്ക് ശേഷമായിരിക്കും വിധിയുടെ വിധി പറയുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് മുൻപേ ഈ സംബന്ധിച്ച് വിധി പറയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. സ്വാഭാവികമായിട്ടും സെഷൻസ് കോടതി ഐ.സി. ബാലകൃഷ്ണൻ MLA, ND അധ്യക്ഷൻ KK ഗോപിനാഥ് തുടങ്ങിയവരുടെ മുൻകൂർ ജാമ്യം തള്ളിയാൽ സ്വാഭാവികമായും ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയായിരിക്കും ഇവരുടെ തീരുമാനം. എന്നാൽ മുൻകൂർ ജാമ്യം ജില്ലാ സെഷൻസ് കോടതി തള്ളിയാൽ അത് രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. സ്വാഭാവികമായും പ്രതിപട്ടികയിലുള്ള സമയം 3 പേരും പ്രതിപട്ടികളായപ്പോൾ തന്നെ വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. ഈ സെഷൻസ് കോടതി ഇത്തരത്തിൽ ജാമ്യം നിഷേധിച്ചാൽ സ്വാഭാവികമായി പ്രത്യേക അന്വേഷണ സംഘവും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങും. ഇതിനു പുറമെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഈ വിഷയത്തിൽ ആരംഭിച്ചിരിക്കെ വലിയ പ്രതിരോധത്തിലാണ് ഈ 3 നേതാക്കളും. കോൺഗ്രസും ജില്ലയിൽ വലിയ പ്രതിരോധത്തിലാണ്. KPCC ഉൾപ്പെടെ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഇന്നത്തെ വിധിയുടെ നിർണായകമായ പ്രസക്തി. എന്തായാലും 11 മണിക്ക് ശേഷമായിരിക്കും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമായിരിക്കും വിധി വരിക. എന്തായാലും അനുകൂലമല്ലാത്ത വിധിക്ക് അവർ ഹൈക്കോടതി ഇങ്ങനെയാണ് അറിയുന്നത്. എന്തായാലും നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഐ.സി. ബാലകൃഷ്ണൻ MLA സംബന്ധിച്ചും ND അധ്യക്ഷൻ KK ഗോപിനാഥ് തുടങ്ങിയവരെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കോടതിയുടെ തീരുമാനം വളരെ നിർണായകമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ പ്രതിരോധത്തിലേക്കും വലിയ വിവാദങ്ങളിലേക്കും ഒക്കെ ഒരു വിധിയായിരിക്കും ഇത്. ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം വാങ്ങുകയാണെങ്കിൽ പോലും ഇതിന് ഗൗരവം വലുതാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി തന്നെ CPM LDF ഒക്കെ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വലിയ പ്രതിഷേധ പരമ്പരകൾക്കാണ് ഐ.സി. ബാലകൃഷ്ണൻ MLA രാജിവെക്കുക ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് LDF രംഗത്തെത്തിയിട്ടുള്ളത്. അത് കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് LDFന്റെ തീരുമാനം. ആ ഘട്ടത്തിലാണ് ഇന്ന് സെഷൻസ് കോടതിയുടെ വിധി നിർണായകമാകുന്നത്. ശരി, രതീഷ് വാസ്തവനാണ് വിശദാംശങ്ങൾ നൽകിയത്.